ഗൈസ്, വൺ പഞ്ച് മാൻ സീസൺ 1 എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ പേര് ദി ലോൺ സൈബോർഗ് എന്നാണ്. അപ്പോൾ എപ്പിസോഡിന്റെ ആ തുടക്കത്തിൽ സൈതാമ വീട്ടിനുള്ളിൽ ടി.വി കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ വാർത്തയിൽ പറയുന്നുണ്ട് സിറ്റി ഇസഡിൽ പുതിയ ഒരു മോൺസ്റ്റർ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഈ സിറ്റി നമ്മളെ കണക്കൊന്നും അല്ല, ഇവിടെ എപ്പോഴും മോൺസ്റ്റേഴ്സ് വന്ന് അടി ഇടി കൊല്ലക്കം അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണ്. അപ്പോൾ പുതിയൊരു മോൺസ്റ്റർ എത്തിയിട്ടുണ്ട്. മോൺസ്റ്റർ ഒരു മോസ്കിറ്റോ കില്ലർ, അതായത് മോസ്കിറ്റോയെ കൺട്രോൾ ചെയ്ത് ആൾക്കാരെല്ലാം കൊല്ലാൻ കഴിയുന്ന ഒരു മോൺസ്റ്റർ ആണ്. മോൺസ്റ്ററിന്റെ പേര് മോസ്കിറ്റോ ഗേൾ എന്നാണ്. അപ്പോൾ സൈതാമ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൈതാമയ്ക്ക് തോന്നും, ഓഹോ, ഇനി അടുത്ത മോസ്കിറ്റോ വന്നിട്ടുണ്ടെന്ന്. അപ്പം ഇങ്ങനെ സൈതാമയുടെ വീടിന്റെ പുറത്തായിട്ട് ഒരു മുള്ളു ചെടിയുണ്ട്, കാക്ടസ്. അതിന് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മോസ്കിറ്റോ വരും, ഒരു കൊച്ചൊരു കൊതു. അപ്പോൾ സൈതാമ അതിനെ കൊല്ലാനായിട്ട് കുറെ പണി നോക്കും, പക്ഷെ ഒന്നും നടക്കത്തില്ല. മോസ്കിറ്റോ ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സൈതാമയ്ക്ക് ദേഷ്യം വന്ന് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പറന്നൊക്കെ സൈതാമ പറക്കാനൊക്കെ നോക്കി, കൊതുവിനെ അടിച്ചു കൊല്ലാനൊക്കെ നോക്കും, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത് കഴിയുമ്പോൾ നമുക്ക് ജെനോസിനെ കാണാൻ കഴിയും. ജെനോസ് മോസ്കിറ്റോ ഗേളുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയും. അപ്പോഴാണ് ദ ലോൺ സൈബോർഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിക്കും എപ്പിസോഡിന്റെ പേര്. അത് കഴിയുമ്പോൾ ഒരു കള്ളം വരും. അതായത് ഇപ്പൊ മോസ്കിറ്റോ വന്നിട്ട് എല്ലാവരും വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കുക. കാരണം പുറത്തോട്ട് ഇറങ്ങിയ മോസ്കിറ്റോകൾ വന്ന ആൾക്കാരെ കൊല്ലും. അപ്പൊ അവിടെ ഒരു കള്ളൻ ഈ ഒരു അവസരം മുതലെടുത്ത് അവിടെ എല്ലാം മോഷ്ടിക്കാനായിട്ട് ഇറങ്ങും. കള്ളം മോഷ്ടിക്കാനായിട്ട് ഇറങ്ങിയിട്ട് പറയും, ഓ മോസ്കിറ്റോയൊക്കെ വന്നാൽ ഞാൻ തുരത്തി കളയെന്നും പറഞ്ഞ് കള്ളയെല്ലാം മോഷിക്കൊണ്ട് പോകും. അപ്പോഴാണെങ്കിൽ ഒരു കൂട്ടം മോസ്കിറ്റോസ്, ഒരു ലക്ഷം, 1, 2, 3 ലക്ഷം, കോടിക്കണക്കിന് മോസ്കിറ്റോസ് വന്ന് അവനെ പൊതിഞ്ഞ് അവന്റെ എല്ല് മാത്രമാക്കി കളയും. അവൻ ചത്തുപോകും, ഒരു സെക്കൻഡ് കൊണ്ട് ചത്തുപോകും. അത് കഴിയുമ്പോൾ നമ്മുടെ മോസ്കിറ്റോ ഗേൾ വരും, അതായത് ഈ രാക്ഷസി വരും. അങ്ങനെ രാക്ഷസി വന്നിട്ട് അവനെ കൊന്നിട്ടുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ലോൺ സൈബോർഗ് വരും, ജെനോസ് വന്ന് മോസ്കിറ്റോ ഗേളിന്റെ അടുത്ത് പറയും, നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന്. അപ്പൊ മോസ്കിറ്റോ ഗേൾ ചിരിക്കും, നീ എന്നെ കൊണ്ട് ഒന്നും പറ്റത്തില്ല, നീ പോടാന്ന് പറയും. അപ്പൊ ഈ ജെനോസ് എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ, ഒരു റോബോട്ട് പോലത്തെ ആളാണ്. പുള്ളിക്ക് മനുഷ്യനാണ്, പക്ഷെ റോബോട്ടുമാണ്. പുള്ളിക്ക് ഇങ്ങനെ തീ വിടാനൊക്കെ ഉള്ള കഴിവുകളുണ്ട്. കയ്യിൽ നിന്ന് ഇങ്ങനെ തീ വിടാനും ഹൃദയത്തിൽ നിന്ന് തീ വിടാനും ഒക്കെ പറ്റും. തീയൊക്കെ വിട്ട് മോസ്കിറ്റോ ഗേളിനെ കൊല്ലാൻ നോക്കും, പക്ഷെ ഒന്നും നടക്കത്തില്ല. വീണ്ടും സൈതാമയെ കാണിക്കും. സൈതാമ മറ്റേ കൊതുവിനെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പോഴും, പക്ഷെ കൊതുവിനെ കൊല്ലൊക്കെ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ സൈതാമയ്ക്ക് ദേഷ്യം വരും, ഒരു കൊതുവിനെ പോലും കൊല്ലാൻ പറ്റുന്നില്ലെന്ന്. അപ്പുറത്താണെങ്കിൽ ജെനോസും മോസ്കിറ്റോ ഗേളും അടിയോടടി. മോസ്കിറ്റോ ഗേൾ ജെനോസിനെ അടിച്ച് പദം വരുത്തിയിരിക്കും. ജെനോസിനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ. ജെനോസിന്റെ കൈയെല്ലാം മോസ്കിറ്റോകൾ അടിച്ച് ഓടിച്ച്, എന്നിട്ട് ജെനോസ് പൊരുതുക കിടന്നു, തീ വിട്ടോണ്ടിരിക്കുക, പക്ഷെ ഒന്നും നടക്കുന്നില്ല. മോസ്കിറ്റോകൾ സിമ്പിൾ ആയിട്ട് ജയിച്ചോണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് സൈതാമ ആണെങ്കിൽ മറ്റേ മോസ്കിറ്റോയെ അടിക്കുന്ന സ്പ്രേയുമായിട്ട് വീട്ടിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങും. മറ്റേ കൊച്ചു മോസ്കിറ്റോ ഉണ്ടല്ലേ, അതിന്റെ പുറകെ ഓടി വരുന്നതാ. അങ്ങനെ ഓടി വരുമ്പോഴത്തേക്ക് ജെനോസിന്റെ അടുത്ത് എത്തും. അപ്പൊ ജെനോസ് ആണെങ്കിൽ ഇവിടെ കോടിക്കണക്കിന് മോസ്കിറ്റോയായിട്ടും മോസ്കിറ്റോകളായിട്ടും പൊരുതുന്നത് സൈതാമ ആണ്. അപ്പൊ സൈതാമ വിചാരിക്കും, ഇവനെന്ത് കാണിക്കുന്നത്, എനിക്കാണെങ്കിൽ ഒരു മോസ്കിറ്റോയെ പോലും കൊല്ലാൻ പറ്റുന്നില്ല, ഇവ ഇത്രയും മോസ്കിറ്റോയെ അടിച്ചോണ്ടിട്ടുണ്ട്. അപ്പോഴത്തേക്ക് മോസ്കിറ്റോയുടെ ഒരു കൂട്ടം, പിന്നെ ഒരു വലിയ കൂട്ടം വരും. മോസ്കിറ്റോകള് കുറെ മോസ്കിറ്റോസിനെ കളക്ട് ചെയ്ത് ഒരു വലിയ കൂട്ടം വരും, ഭയങ്കര കാർത്ത്, അതായത് മേഘങ്ങളുടെ കണക്ക് ഒരു വലിയ കൂട്ടം വരും. മോസ്കിറ്റോയ്ക്ക് ദേഷ്യം വന്നു, ജെനോസിന് ദേഷ്യം വന്നിട്ട് ജെനോസ് അവരെ മൊത്തം കത്തിക്കാനായിട്ട് നോക്കും. അപ്പൊ ജെനോസ് അപ്പോഴത്തേക്ക് കയ്യിലോട്ട് തീയെടുത്ത് അതിനെ മൊത്തം കത്തിക്കും. അപ്പോൾ സൈതാമ പറയും, ഓ നന്ദി ജെനോസ്, നീ എന്റെ ജീവൻ രക്ഷിച്ചു. അങ്ങനെ ചുമ്മാ പറയും സൈതാമയ്ക്ക്, പക്ഷെ ഇതിനൊന്നും ഒരു കാര്യമില്ല, അത് വേറെ കാര്യം. സൈതാമ എന്നാലും ജെനോസിനോട് പറയും, നീ എന്റെ ജീവൻ രക്ഷിച്ചു, നന്ദി എന്ന് പറയും. എന്നിട്ട് ജെനോസ് അപ്പം മറ്റേ മോസ്കിറ്റോകളുടെ അടുത്ത് പറയും, നിനക്ക് ഇച്ചിരിയെങ്കിലും ബുദ്ധി ഉണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്, പക്ഷെ നീ വെറും മണ്ടിയാണെന്ന്. കാരണം അവള് അത്രയും മോസ്കിറ്റോയെ ഒരുമിച്ച് കൂട്ടിയപ്പോൾ ജെനോസിനെ തീ കത്തിച്ച് കൊല്ലാൻ ഭയങ്കര എളുപ്പമായി പോയി. പക്ഷെ അവിടെ വെച്ചാണ് കളി മാറുന്നത്. ശരിക്കും ഈ മോസ്കിറ്റോകളെല്ലാം മോസ്കിറ്റോയെ ഒരുമിച്ച് കൂട്ടി അവരുടെ രക്തം എടുത്ത് മോസ്കിറ്റോകളിന്റെ പവർ കൂട്ടുകയായിരുന്നു ചെയ്തത്. പക്ഷെ ജെനോസിന് ഇത് മനസ്സിലായില്ല. ജെനോസ് വിചാരിച്ച് എല്ലാരെയും കത്തിച്ച് കളഞ്ഞപ്പോൾ ജെനോസ് ജയിച്ചെന്ന്. പക്ഷെ മോസ്കിറ്റോകൾ ഇപ്പോഴത്തേക്ക് പവർ ലെവലപ്പ് ചെയ്തു. മോസ്കിറ്റോകൾ ഇപ്പം വേറൊരു ലെവലായി. മോസ്കിറ്റോകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, കൂടുതൽ രക്തം മോസ്കിറ്റോകൾക്ക് കിട്ടുന്നതനുസരിച്ച് മോസ്കിറ്റോകളുടെ പവർ കൂടിക്കൊണ്ടിരിക്കും. അങ്ങനെ മോസ്കിറ്റോകൾ ഇപ്പം കൂടുതൽ ശക്തിയായിട്ട് ജെനോസിനെ അടിച്ച് നശിപ്പിച്ച് ജെനോസിന്റെ കൈയും കാലും എല്ലാം കണ്ടിച്ചെടുത്ത് ജെനോസ് ചാവാറാവും. അപ്പോഴത്തേക്ക് ജെനോസിന് സെൽഫ് ഡിസ്ട്രക്ട് സീക്വൻസ് ഉണ്ട്. കാരണം ജെനോസ് ഒരു റോബോട്ട് പോലാണ്. അപ്പം ജെനോസ് അങ്ങ് ചാവാറായപ്പം ജെനോസ് വിചാരിച്ച്, ഓ ഞാനിനി ഇങ്ങനെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും ചാകും, അപ്പം ഇവളെയും കൂടെ കൊന്നിട്ട് ചാകുന്ന വെച്ച് സെൽഫ് ഡിസ്ട്രക്ട് സീക്വൻസ് അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സൈതാമ ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ മോസ്കിറ്റോകൾക്ക് ഒരിടി കൊടുക്കും. മോസ്കിറ്റോകൾ തവിട് പൊടി. എന്നിട്ട് സൈതാമ പറയും, മോസ്കിറ്റോസ് സക്കെന്ന്, അതായത് മോസ്കിറ്റോസ് ഒട്ടും കൊള്ളത്തില്ല, എനിക്ക് ഇഷ്ടമല്ലെന്ന്. അപ്പോഴത്തേക്ക് ജെനോസ് അപ്പോഴത്തേക്ക് അങ്ങ് അവശനായിട്ടുണ്ട് കിടക്കും. ജെനോസ് അങ്ങ് ഭയങ്കര അതിശയപ്പെടും, അത്ഭുതപ്പെടും. കാരണം ജെനോസ് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒന്നും പറ്റിയില്ല. പക്ഷെ സൈതാമ വന്നെങ്കിൽ ഒറ്റ ഇടി കൊടുത്തപ്പോഴത്തേക്ക് മോസ്കിറ്റോകൾ ചത്ത്. അപ്പൊ സൈതാമ വിചാരിക്കും, ഇയാൾക്ക് ഇത്രയും ശക്തിയൊന്നും വിചാരിക്കും. ജെനോസ് അങ്ങ് ഞെട്ടും. അങ്ങനെ അവിടെ കടന്നുകൊണ്ട് തന്നെ നമ്മുടെ ജെനോസ് സൈതാമയോട് ചോദിക്കും, മാസ്റ്റർ, എന്നെ നിങ്ങളുടെ ശിഷ്യനാക്കാൻ
ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം സൈത്താമ പറയും ഓക്കെ എന്ന് പറയും. എന്നിട്ട് സൈത്താമ എന്നെ കുറിച്ച് ചിന്തിക്കും, ശിഷ്യനോ ഒന്ന് വളർക്കാൻ, നിന്നെ ശിഷ്യനൊന്നും ആക്കാൻ പറ്റത്തില്ലെന്ന് ചോദിക്കും. പക്ഷെ ജനോസ് വിടത്തില്ല. ജനോസ് സൈത്താമയുടെ പുറകെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് പറയും എനിക്ക് എന്നെ ശിഷ്യനാക്കണം എന്നിട്ട് പറയും. എന്നിട്ട് ചോദിക്കും എന്റെ പണ്ടത്തെ കഥ കേൾക്കണമെന്ന് ചോദിക്കും. അപ്പൊ സൈത്താമ പറയും എനിക്ക് എന്റെ കഥയൊന്നും കേൾക്കണ്ട. അപ്പോഴത്തേക്ക് ജനോസ് കഥ പറഞ്ഞു തുടങ്ങും. അപ്പൊ സൈത്താമ ചോദിക്കും എടാ നിന്റെ കഥ കേൾക്കണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്, പിന്നെ നീ എന്തിനാ പറഞ്ഞു? അങ്ങനെ ജനോസ് കഥ പറഞ്ഞു തുടങ്ങും. അതായത് പണ്ട് ജനോസിന്റെ നാട്ടിൽ ജനോസ് ഫാമിലി ആയിട്ട് ജീവിച്ചിരിക്കുമായിരുന്നു സന്തോഷമായിട്ട്. അപ്പോഴത്തേക്ക് അവിടെ ഒരു സൈബോർഗ് വന്ന് ജനോസിന്റെ സിറ്റിയും വീടും എല്ലാം നശിപ്പിച്ചു. ആ സൈബോർഗിനെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇപ്പം ജനോസ് നടക്കുന്നത്. ജനോസും ചാകാറായായിരുന്നു അന്ന്. പക്ഷെ ഒരു ഡോക്ടർ കെൻസോ എന്ന് പറയുന്ന ഒരാള് വന്നിട്ട് ജനോസിനെ രക്ഷിച്ച് ജനോസിന്റെ ബോഡി വെച്ച് ഒരു റോബോട്ടുമായിട്ട് സംയോജിപ്പിച്ച് ഇപ്പൊ ജനോസ് എന്ന് പറഞ്ഞ ഒരു സൈബോർഗിനെ ഉണ്ടാക്കിയിട്ട് ജനോസിന്റെ ജീവിത ലക്ഷ്യം തന്നെ ആ പണ്ട് ജനോസിന്റെ കുടുംബത്തെ ആക്രമിച്ച് നശിപ്പിച്ച ആ സൈബോർഗിനെ കൊല്ലുക എന്നതാണ്. അതെല്ലാം സൈത്താമയോട് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജനോസ്. എന്നിട്ട് ജനോസ് പറയും അതിപ്പോൾ നടന്നിട്ട് ഇപ്പം 4 വർഷമായി, എനിക്കിപ്പോൾ 19 വയസ്സുണ്ട്, ഞാൻ അയാളെ കൊല്ലാൻ വേണ്ടിയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കൊണ്ടിരിക്കുന്നത് എന്നെല്ലാം പറയും. എന്നിട്ടാണെങ്കിൽ മോസ്കിറ്റോകളെ കൊന്ന് സൈത്താമ മോസ്കിറ്റോകളിനെ കൊന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ അതിന് എന്റെ ജീവൻ രക്ഷിച്ചതിന് വളരെ നന്ദിയുണ്ട്, അങ്ങനെ കുറെ നന്ദിയൊക്കെ പറയും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇരുന്ന് ജനോസ് സൈത്താമയോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് സൈത്താമയ്ക്ക് വട്ടു പിടിക്കും. എന്നിട്ട് പറയാം എടാ നീ ഒന്നും മിണ്ടായിരിക്കും, നീ എല്ലാ കാര്യങ്ങളും 20 വാക്കുകളിലോ അതിനുള്ളിലോ പറയാൻ പറയും, അല്ലെങ്കിൽ നിർത്തിക്കോളാം. അപ്പൊ ജനോസിന് മനസ്സിലാവും സൈത്താമ മാസ്റ്ററിന് കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയുന്ന ഇഷ്ടമല്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തീർക്കണമെന്ന് മനസ്സിലാവും. അങ്ങനെ ജനോസ് മാസ്റ്ററിന്റെ പ്രായം എത്ര എന്നൊക്കെ ചോദിക്കും. അപ്പം സൈത്താമ പറയും എനിക്കിപ്പോ 25 വയസ്സായി. അപ്പം ജനോസ് ചോദിക്കും താങ്കൾ ഇപ്പോൾ എത്ര വർഷമായിട്ട് ട്രെയിനിങ് തുടങ്ങുന്നുണ്ടെന്ന് ചോദിക്കും. അപ്പം പറയും ഞാൻ 22 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്, ഇപ്പൊ 25 വയസ്സായി, അതായത് 3 വർഷം കൊണ്ട് ട്രെയിനിങ് ചെയ്യാന്ന് പറയും. എന്നിട്ട് സൈത്താമ പറയും എന്റെ ട്രെയിനിങ് വളരെ പാടുള്ളതാണ്, നിനക്കതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ ജനോസ് പറയും തീർച്ചയായും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും, മാസ്റ്റർ എന്നെ സഹായിച്ചാൽ മാത്രം മതി, എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി എന്ന് പറയും. അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത സീനിലാണെങ്കിൽ 2 മോൺസ്റ്റേഴ്സ് നമ്മുടെ സിറ്റി ഇസഡില് നമ്മുടെ സൈത്താമ അണ്ണന്റെ വീടിന്റെ പുറത്ത് വരും. എന്നിട്ട് അവർ ചോദിക്കും, അവരിങ്ങനെ ഓരോന്ന് പറയും, ഈ പുള്ളിയുടെ ഈ മോൺസ്റ്റേഴ്സ് അവരുടെ ടെലിപ്പാത്തിക് പവർ വെച്ചും സൈത്താമയുടെ പവർ മനസ്സിൽ കണ്ടുപിടിക്കാൻ നോക്കും. അപ്പം പറയും ഇയാളുടെ പവർ ഭയങ്കര കൂടുതലാണ്, സ്ട്രോങ്ങസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴത്തേക്കാണെങ്കിൽ സൈത്താമ ഇങ്ങോട്ട് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇവരെ രണ്ടുപേരും നിൽക്കുന്നതാണ്. അപ്പോഴത്തേക്ക് അവരങ്ങോട്ട് ആക്രമിക്കാൻ പോകുമ്പോഴത്തേക്ക് സൈത്താമ 2 കൈ കൊണ്ട് 2 തട്ട് കൊടുക്കും, അവർ തൂക്കും. കഴിയുമ്പോൾ മണ്ണിന്റെ അടിയിൽ നിന്ന് വേറൊരു മോൺസ്റ്റർ വന്ന് സൈത്താമയെ പിടിച്ച് മണ്ണിന്റെ കുഴിയിലോട്ടാക്കും. അപ്പൊ സൈത്താമ അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പം ജനോസ് വിചാരിക്കും സൈത്താമയ്ക്ക് എന്താ പറ്റി. സൈത്താമ പറയും ഒന്നുമില്ല, ഞാൻ ചുമ്മാ മണ്ണിന്റെ അടി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ, എനിക്ക് ഇവിടെ ഇരിക്കാൻ നല്ല സുഖമുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്കും വേറൊരു സൈബോർഗ് വരും, ഒരു വലിയ സൈബോർഗ്. ജനോസിനാണെങ്കിൽ റോബോട്ട് തന്നെ, പക്ഷെ ഇത് കറക്റ്റ് റോബോട്ടിനാണെങ്കിൽ വലിയൊരു സൈബോർഗ്. പിന്നെ വേറെ ഒരു സിംഹത്തലയും വരും. അവന് എല്ലാം ഭയങ്കര മോൺസ്റ്റേഴ്സ് ആണെന്നും പറഞ്ഞ് വരുന്നതാ. അവന്റെ പേര് ഗ്രൗണ്ട് ഡ്രാഗൻ എന്ന. ഗ്രൗണ്ട് ഡ്രാഗൻ ഇപ്പം ആദ്യം സൈത്താമ 2 പേരെ കൊന്ന്, അങ്ങനെ ഇപ്പം കുറെ 3 മോൺസ്റ്റേഴ്സും കൂടെ വന്നു. ഇപ്പം മൊത്തം 5 മോൺസ്റ്റേഴ്സ് അവിടെ ഉണ്ട്. അവരെ എല്ലാവരുമായിട്ടും ജനോസ് ഇപ്പം അടി കൂടിക്കൊണ്ടിരിക്കും. കാരണം സൈത്താമ മണ്ണിന്റെ അടിയിൽ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുക. അങ്ങനെ ജനോസ് ആണെങ്കിൽ തീയൊക്കെ വിട്ട് മോൺസ്റ്റേഴ്സിനെ എല്ലാം കൊല്ലാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പൊരിഞ്ഞടി നടക്കുക. ജനോസ് തീ വിടുന്നു, അത് ചെയ്യുന്നു, ഇടിക്കുന്നു, പറക്കുന്നു. സൈത്താമ എണ്ണ ഇങ്ങനെ കൂളായിട്ട് മണ്ണിന്റെ അടി ഇങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കും. അപ്പൊ ആ വന്ന റോബോട്ട് പറയും എന്റെ പേര് ആർമേഡ് ഗറില്ല എന്നാണ്, നിന്റെ ഈ തീ വിടുന്നത് കൊണ്ടൊന്നും എന്നിൽ ഒന്നും ഏൽക്കില്ല എന്ന് പറയും. അപ്പം ജനോസിന് മനസ്സിലാവും ഇവർ എവിടുന്ന വന്നതെന്ന്. ഹൗസ് ഓഫ് എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അവിടെ നിന്നാണ് ഇവരെല്ലാവരും വരുന്നത്. അവിടെ ഒരു സയന്റിസ്റ്റ് ഉണ്ട്, അയാളാണ് ഇവരെല്ലാവരും ഉണ്ടാക്കി വിടുന്നത്. അയാൾ അനിമൽസിനെ എടുത്ത് ഓരോ റിസർച്ച് ഒക്കെ ചെയ്ത് വലിയ മോൺസ്റ്റേഴ്സ് ആക്കി വിടും. എന്നിട്ട് അവർ പറയും ഞാൻ അവിടുന്നാണ് വരുന്നത്, നിന്റെ മാസ്റ്ററിനെ കൊണ്ടുപോകാനായിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയും. ഇപ്പോഴത്തേക്കാണെങ്കിൽ മറ്റേ ഒരു സിംഹത്തലയുള്ള ഒരുത്തം വരും, ബീസ്റ്റ് കിങ് എന്ന അയാളുടെ പേര്. സൈത്താമ ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ ഇങ്ങനെ റെസ്റ്റ് എടുത്തോണ്ടിരിക്കുമ്പോൾ ബീസ്റ്റ് കിങ് ഇങ്ങോട്ട് വന്നിട്ട് സൈത്താമ്മ എടുത്ത് കുറെ ഷോ ഇറക്കും. നിന്നെ ഞാൻ എന്റെ കൈ കൊണ്ട് ഇപ്പം വരഞ്ഞു കളയണം, നിന്നെ കൊന്നു കളയണം എന്ന് പറഞ്ഞ് ഭയങ്കര ഷോ. സൈത്താമ്മ ഇതൊക്കെ എടുത്തിട്ട് സൈത്താമ്മ ഇങ്ങനെ ഇരിക്കുക. കാരണം സൈത്താമ്മയ്ക്ക് അറിയാം അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇങ്ങനെ നമ്മുടെ ബീസ്റ്റ് മാൻ പറയും നിന്നെ ഇപ്പം ഞാൻ തീർക്കോടാ, ഞാൻ ബീസ്റ്റ് മാനാടാ, എടാ നീ എന്നെ ശ്രദ്ധിക്കാത്ത എന്താടാ എന്നൊക്കെ പറയും. സൈത്താമ്മ വെറുതെ ഇങ്ങനെ കാലൊക്കെ കളഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. നമ്മുടെ ബീസ്റ്റ് ഇപ്പം പറയും നീ എന്റെ ശക്തി ഇപ്പം ഞാൻ കാണിച്ചു തരാണെന്ന് പറഞ്ഞ് നമ്മുടെ ബീസ്റ്റ് കിങ് സൈത്താമ്മ ഒരു അടി അങ്ങോട്ട് കൊടുക്കാൻ പോകും. സൈത്താമ്മ അങ്ങോട്ടൊന്ന് മാറും, എന്നിട്ട് ബീസ്റ്റ് കിങ്ങിന് ഒരു തട്ട് കൊടുക്കും. ബീസ്റ്റ് കിങ് തവിട് പൊടി. അങ്ങനെ ബീസ്റ്റ് കിങ്ങിനെ കൊന്നു. ബീസ്റ്റ് കിങ് എന്ന് പറഞ്ഞാൽ ഈ എവല്യൂഷനിലെ അത്യാവശ്യം പവറുള്ള ഒരു മോൺസ്റ്റർ ആണ്. പക്ഷെ അയാളെ വെറുതെ ഒരു തട്ട് കൊടുത്തപ്പോഴത്തേക്ക് അയാളും തീർന്നു. അവിടെ കൂടെയുള്ള മറ്റേ ഗ്രൗണ്ട് ഡോഗും മറ്റേ ആർമേഡ് ഗോറില്ലയും മറ്റേ 2 ചെറിയ മോൺസ്റ്റേഴ്സും എല്ലാം ഞെട്ടും. അത്രയും പവേർഡ് ആയിട്ടുള്ള മോൺസ്റ്ററിനെ ഇവൻ വെറും ഒരു തട്ടുകൊണ്ട് ഒന്നെന്നും പറഞ്ഞ അവന്മാരെല്ലാം അവിടെ നിന്ന് രക്ഷപ്പെടും. ഗ്രൗണ്ട് ഡോഗിന് മറ്റേ മണ്ണിന്റെ അടിയിൽ കൂടെ ഓടി രക്ഷപ്പെടാനുള്ള കഴിവുണ്ട്. അങ്ങനെ മണ്ണിന്റെ അടിയിൽ കൂടെ പോകുമ്പോൾ സൈത്താമ മണ്ണിന്റെ അടിയിൽ പോയി അവനെയും പിടിക്കും. അങ്ങനെ ഗ്രൗണ്ട് ഡോഗും തവിട് പൊടി. അങ്ങനെ ആണെങ്കിൽ ജനോസ് ആണെങ്കിൽ നമ്മുടെ മറ്റേ ആർമേഡ് ഗോറില്ലയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ നിന്നെ ഇപ്പം കൊല്ലും, മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞോന്ന് പറയും. അപ്പോഴത്തേക്ക് നമ്മുടെ ആർമേഡ് ഗോറില്ല പറയും എടാ നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല,
പറ്റുന്നില്ല. ഞങ്ങളുടെ സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ടൈറ്റൻ ആയിട്ടുള്ള ബീസ്റ്റ് കിങ് ഇവിടെ ഉണ്ട്. ബീസ്റ്റ് കിങ്ങിനെ ആണെങ്കിൽ അടുത്ത് കിട്ടിയ നിന്നെ കൊല വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സൈതാമ ബീസ്റ്റ് കിങ്ങിന്റെ പൊട്ടിച്ചെടുത്ത കണ്ണുമായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോഴത്തേക്ക് ആർമേഡ് ഗൊറില്ല പേടിച്ച് തൂറും, എന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കും. രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ ഇരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്സ്.